അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് മോദി അഭിനന്ദിച്ച് അവതരിപ്പിച്ച പ്രമേയം കോൺഗ്രസ് പിന്തുണയോടെ ഏകകണ്ഠേന പാസാക്കി ഗുജറാത്ത് ഗോവ നിയമസഭകൾ. ഇരു നിയമസഭകളിലും കോൺഗ്രസ് AAP MLA-മാർ നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ചെയ്തു. സിബി തന്നെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നതും. സിബി, കോൺഗ്രസ് അയോധ്യ വിഷയത്തിൽ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നയങ്ങളും നിലപാടുകളും വലിയ തോതിൽ തുടക്കം മുതൽ തന്നെ സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു. നിരവധി സംസ്ഥാനങ്ങൾ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് BJP-യെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചതും നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഗുജറാത്ത് ഗോവ നിയമസഭകൾ ഈ പ്രമേയം പാസാക്കിയതും കോൺഗ്രസിന്റെ പിന്തുണയോടെ. തീർച്ചയായും കാവ്യ, നമുക്കറിയാം ഈ ഒരു അയോധ്യ വിഷയം മാത്രമല്ല, ഇത്തരത്തിലൊരു ഹിന്ദുത്വ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള RSSന്റെ അജണ്ടയിൽ ഒരു തീവ്ര ഹിന്ദുത്വ നടപടിയുമായി BJP മുന്നോട്ട് പോകുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ സമീപനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത് ശരിവെക്കുന്ന പല സംഭവവികാസങ്ങളും നമ്മൾ നേരിൽ കണ്ടതുമാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് അവിടെ രാമക്ഷേത്രം പണിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്തും ഗോവ, ഈ രണ്ട് നിയമസഭകൾ പ്രമേയം പാസ്സാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയം പാസ്സാക്കിയത്. പക്ഷേ ഈ പ്രമേയം പാസ്സാക്കുമ്പോൾ അവിടെ പ്രതിപക്ഷമായ കോൺഗ്രസ് MLA-മാർ, കോൺഗ്രസ് അല്പം പോലും ഒരു പ്രതിഷേധം ഉയർത്താതെ മോദിയെ പുകഴ്ത്താൻ വേണ്ടി കോൺഗ്രസ് MLA-മാരും പരസ്പരം മത്സരിക്കുന്ന ഒരു വേദനാജനകമായ അല്ലെങ്കിൽ ആശങ്കകരമായ ഒരു കാഴ്ച കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്നലെ ഈ ഗുജറാത്തിലും ഗോവയിലുമാണ് ഈ ഒരു ഇത്തരത്തിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ ഈ പ്രമേയത്തിൽ ഒരു എതിർപ്പില്ലാതെ ഏകകണ്ഠമായി ഇതിൽ കോൺഗ്രസ് MLA-മാരോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ MLA-മാരോ ഇതിൽ എതിർക്കാതെ ഏകകണ്ഠമായി ഈ മോദിയെ അഭിനന്ദിക്കുന്ന പ്രമേയം പാസ്സാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട വസ്തുത. തിങ്കളാഴ്ച പാർലമെന്റിൽ കേന്ദ്ര ബജറ്റിനുള്ള ചർച്ചയിൽ നമുക്കറിയാം നരേന്ദ്രമോദി ഇന്നലെ നിലയും കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും നെഹ്റു കുടുംബത്തെ പോലും അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അതിനിടയിലാണ് ഈ കോൺഗ്രസ് MLA-മാർ മോദി സ്തുതി ഈ ഒരു ഗോവയിലും ഗുജറാത്തിലും നടത്തിയ ഒരു കാഴ്ച കൂടി കാണേണ്ടി വന്നത്. എന്തായാലും ഗുജറാത്തിൽ ബജറ്റ് സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. എന്തായാലും പ്രമേയത്തിന് പൂർണ്ണമായ പിന്തുണയാണ് അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവും MLA-യുമായ അർജുൻ മോത്വാഡിയ ഉൾപ്പെടെ എല്ലാ നിലയും സംസാരിക്കുകയും ചെയ്തു. ഈ പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് അവർ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഈ ഒരു നിയമസഭയിൽ ഗുജറാത്തിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാബറി മസ്ജിദിന് വേണ്ടി അല്ലെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അതിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്, കോൺഗ്രസ് നേതാവായിരുന്ന രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹം 1989 രാമക്ഷേത്രത്തിന് കല്ലിടാൻ വേണ്ടി അനുവാദം നൽകുന്നില്ല നിലയും അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിലൊരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ഘട്ടം കൂടി കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ അർജുൻ മോത്വാഡിയിൽ നിന്നുണ്ടായി.